ഹായ് ഹലോ രേണുക ഉണ്ണിക്കലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇതുപോലെ ഇരുന്നിട്ട് കുറച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടിയിട്ട് അറിയിക്കാനാണ്. എനിക്ക് ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. വളരെയധികം നന്ദി. നമുക്ക് ഒരു കുഞ്ഞു കാര്യം കിട്ടിയാൽ അതിനോട് നന്ദി പറയണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. നിസ്സാരം നമുക്കൊരു മിഠായി കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ മനസ്സിൽ പറയുക നന്ദി. ഇന്ന് നമുക്ക് ഈ മിഠായി കിട്ടിയതിന് നന്ദി. രാവിലെ ഞാൻ ഉറങ്ങി എഴുന്നേറ്റിട്ട് കാല് ഭൂമിയിൽ വയ്ക്കുമ്പോൾ അപ്പം തന്നെ ഞാൻ വിചാരിക്കും കേട്ടോ, എനിക്കിങ്ങനെ രാവിലെ എഴുന്നേറ്റ് എൻ്റെ കാല് നിലത്ത് വയ്ക്കാൻ സാധിച്ചതിന് നന്ദി. എനിക്ക് ഇന്ന് രാവിലെ ഉറങ്ങി എനിക്ക് കണ്ണ് തുറന്ന് എല്ലാം കാണുന്നുണ്ടെങ്കിൽ ആ കാഴ്ച കിട്ടിയതിന് നന്ദി. ഇന്ന് നമ്മൾ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എഴുന്നേൽക്കാൻ പറ്റുമോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാലമാണല്ലേ. അപ്പം നമ്മൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റിയതിനും കണ്ണുകൊണ്ട് ഇത്രയും നല്ല സുന്ദരമായ ഈ ഭൂമി, ഈ പ്രകൃതിയിലെ ഭംഗിയൊക്കെ കാണാൻ പറ്റണത് ഭയങ്കര ഒരു ഭാഗ്യമല്ലേ നമുക്ക്. ഇന്നലെ കിടന്നുറങ്ങിയിട്ട് ഇന്ന് നേരം വിളിക്കുമ്പോഴത്തേക്കും എത്ര ആൾക്കാർ ഇല്ലാതെയാവണു. അപ്പോൾ നമുക്ക് ഇത്രയും സൗഭാഗ്യം തന്ന ഭഗവാനോട് നന്ദി പറയണ്ടേ. എനിക്കിപ്പോൾ ഞാനിങ്ങനെ അസുഖത്തിൻ്റെ ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേങ്കിൽ അതിലും മേലെ വയ്യാത്തവരൊക്കെ ഉണ്ട്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. എന്നാലും എനിക്ക് വ്യൂസ് കൂടുന്നില്ല എന്നുള്ള പരാതി കൂടിയിട്ടുള്ള വിഷമം കൊണ്ട് ഞാനിങ്ങനെ വയ്യാണ്ടായിട്ട് എത്രയും കഷ്ടപ്പെട്ട് ഇടണതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടത്. പക്ഷേ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നത്. പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സപ്പോർട്ട് തന്നു. ഭഗവാനിൽ ഉറച്ച വിശ്വാസം വേണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഭഗവാനെ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ, വേറെ ആരും എനിക്ക് വിശ്വാസമില്ല. ഭഗവാന്റെ ആ ഒറ്റൊരു കാരുണ്യം കൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കണത്. ഭഗവാനോട് ഞാൻ എന്ത് കിട്ടിയാലും ഞാൻ ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ നന്ദി പറയുന്നതിനനുസരിച്ച് നമുക്ക് നല്ലത് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് വീഡിയോയിൽ വന്നിട്ട് പറയണമല്ലോ, നേരിട്ട് നിങ്ങളോട് പറയണ്ടേ. എനിക്ക് ഇങ്ങനെ എന്നോട് എല്ലാവരും സപ്പോർട്ട് ചെയ്തു, എല്ലാവരും എനിക്ക് അതിനനുസരിച്ച് എനിക്ക് മറുപടി തന്നു എന്ന് പറയണമല്ലോ. വ്യൂസ് കൂട്ടിത്തരണേ. ഞാനിതിപ്പോൾ കുറേയായി ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ആ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് വ്യൂസ് കൂട്ടിയാലാണ് നമുക്ക് ചെറിയൊരു വരുമാനം കൂടിയും കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ആരും വെറുതെ ഇരുന്ന് എന്തെങ്കിലും ഇങ്ങനെ കാട്ടിക്കൂട്ടി ഇട്ട് പൈസ തരാണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കാൻ വിചാരിച്ചിട്ടല്ലല്ലോ. എല്ലാവർക്കും പൈസയുടെ ആവശ്യമാണ്. അപ്പോൾ ഞാനും ഒന്ന് ആഗ്രഹിച്ചു ചാനലൊന്ന് തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് എല്ലാവർക്കും കിട്ടുന്നത് പോലെ ഒരു ചെറിയ വരുമാനം എനിക്കും കിട്ടണേന്ന്. അപ്പോൾ അതിന് വേണ്ടത് വ്യൂസാണ്. അപ്പോൾ ആ വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ വ്യൂസ് ഒന്ന് എൻ്റെ ചാനൽ കണ്ട് വ്യൂസ് കൂടണേ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ അസുഖത്തിനെ കൂട്ടി പറഞ്ഞു. അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുതേ. അപ്പോൾ അതെനിക്ക് ഒരുപാട് ആൾക്കാരെ ഞാൻ അങ്ങനെ അതിൽ കൂടെ പറഞ്ഞത് കൊണ്ട് എനിക്ക് എന്നെ മനസ്സിലാക്കി തരിക ചെയ്തത്. മനസ്സിലാക്കി തരിക എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, അത് നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമ്മുടെ എന്താ പറയുക, അത്രയും ഇപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ചിലവർ കാണാൻ തുടങ്ങിയിട്ട് കുറേ ആയവരൊക്കെ ഉണ്ടാവുമല്ലോ. അവരൊക്കെ നമ്മുടെ ചങ്കുകൾ, നമ്മുടെ തിക്ക് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു എന്താ പറയുക, അത്രയും വേണ്ടപ്പെട്ടവരായി. അതുകൊണ്ടാണ് അവർക്ക് അത്രയും നല്ല മറുപടി പറയാൻ പറ്റിയത്. അല്ലെങ്കിൽ നെഗറ്റീവ്സ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ. പിന്നെ അതുമല്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ഇത് വരുമല്ലോ. അപ്പോൾ വളരെ ഉപകാരം അങ്ങനെ എനിക്ക് മറുപടി തരുന്നതിന്. അപ്പോൾ ഞാൻ ദിവസവും ഫിസിയോതെറാപ്പിക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഫിസിയോതെറാപ്പി ഒന്നും മുടങ്ങാൻ പറ്റില്ല, ഫിസിയോതെറാപ്പിക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ അത് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയണതാണ്, വേറെ രീതിയിലൊന്നും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട്, എൻ്റെ കൂട്ടുകാരോട് ഇങ്ങനെ പറയണതാണ്. വളരെ സന്തോഷം ഇങ്ങനെ എന്നോട് എൻ്റെ വീഡിയോ കാണുന്നതിന്. പിന്നെ അത് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകരുതേന്നായിരുന്നു അതിലെ പോയിൻ്റ്. അതായിരുന്നു സ്കിപ്പ് ചെയ്ത് പോകരുതേന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കണം സ്കിപ്പ് ചെയ്തിട്ട് പോകാണ്ട് കണ്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി മുതലെങ്കിലും ഞാൻ ഇടുന്ന വീഡിയോസിന് സ്കിപ്പ് ചെയ്യാതെ പോണേ, അത്രേ എൻ്റെ ആഗ്രഹമുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.